ഹലോ എല്ലാ കൂട്ടുകാർക്കും ഫിലിം ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂട്ടുകാർക്കുള്ളൊരു സംശയം, ഈ വാല്യൂഷൻ ക്യാമ്പിനകത്ത് എന്താണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ അവിടുത്തെ ചുറ്റുപാട് എങ്ങനെയാണ്, പോസിറ്റീവായിട്ടാണോ അവിടെ നോക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടാണോ, എന്താണ് അവിടെ സ്ട്രിക്റ്റ് ആണോ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെന്തായാലും സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരുന്നൊരു സംശയമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെപ്പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകും. ഒരു വാല്യൂഷൻ ക്യാമ്പ് എന്ന് പറയുന്നത് പൊതുവെ സ്ട്രിക്റ്റ് ആയിരിക്കും എന്നാണ് എല്ലാവരുടെയും ധാരണ. പക്ഷേ അങ്ങനെയല്ല. വാല്യൂഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ ക്ലാസ്സിലിരിക്കില്ലേ, എന്തെങ്കിലുമൊക്കെ തമാശയും പറഞ്ഞ് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നാൽ നമ്മുടെ പഠിത്തവും നടക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം മനസ്സിലായില്ലേ. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് വാല്യൂഷൻ ക്യാമ്പിനകത്ത് പോകുന്നത്. അല്ലാതെ ഈ പറയുന്നത് പോലെ പട്ടാളച്ചിട്ട പോലെ അവിടെ 5-6 പേരെ ഇങ്ങനെ നിർത്തിയിരിക്കും, അവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അവിടെ വെടിവെച്ചിടും, അങ്ങനത്തെ സമ്പ്രദായമൊന്നും അവിടെ ഇല്ല. അവിടെ ഇതുപോലെ തന്നെയാണ്, പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അവരുടെ അനുഭവങ്ങളെല്ലാം, ടീച്ചേഴ്സിൻ്റെ അനുഭവങ്ങളെല്ലാം അവർ പരസ്പരം പങ്കുവയ്ക്കും. അങ്ങനെയാണ് അവരുടെ വാല്യൂഷൻ, എങ്ങനെയായിരുന്നു ഇവരുടെ വാല്യൂഷൻ, നിങ്ങൾക്ക് എന്തായിരുന്നു, പേപ്പേഴ്സൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അവർ പരസ്പരം ചോദിച്ച് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. അല്ലാതെ അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അതായത് എങ്ങനെ ഒരു കുട്ടിയെ തോൽപ്പിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു കുട്ടിക്ക് മാർക്ക് കുറയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പോകുന്നത്. ടീച്ചേഴ്സ് എല്ലാം നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചുള്ള ടീച്ചേഴ്സിന് നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് ചിലപ്പോൾ നല്ല പാവ ടീച്ചേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ടീച്ചേഴ്സ് ആയിരിക്കും. പക്ഷേ അവരൊക്കെ വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഭയങ്കരവും പാവവും ഒക്കെ അവർ എല്ലാവരും ഒരുപോലെ തന്നെ. എന്തെന്ന് വെച്ചാൽ കുട്ടികളെ ജയിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ടീച്ചേഴ്സിനുള്ളൂ. അല്ലാതെ അവർ വൈരാഗ്യ ബുദ്ധി വെച്ചിട്ട് നിങ്ങൾക്ക് പെരുമാറില്ല. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ദേഷ്യപ്പെടുന്നത് പോലെ അവർ വാല്യൂഷനിൽ അങ്ങനെ ദേഷ്യപ്പെടാറില്ല. കുട്ടി എന്താണ് എഴുതിയിട്ടുള്ളത്, കുട്ടിക്ക് അതിന് മേലെ എന്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് ടീച്ചേഴ്സ് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കുന്നത്. അതുകൊണ്ടിട്ട് ആരും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ റിസൾട്ടിൽ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഇത്രയും പോസിറ്റീവായിട്ട് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അത്രേ ഉള്ളൂ. ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചേട്ടാ വാല്യൂഷൻ ക്യാമ്പിൽ നടക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയുന്നത്. കുറച്ച് കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ കാര്യം നിങ്ങളുടെ കൂട്ടുകാരനകത്തില്ലെങ്കിൽ അവനും കൂടെ ഒന്ന് ഷെയർ കൊടുക്കും. ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതായിരിക്കും